ഒരു കാടളകി വരുന്നുണ്ടല്ലോ. പിടിച്ചോ, ഈ കട ഒന്ന് വെച്ചോട്ടെ, ബ്രേക്ക് കുറവല്ലേ. സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വെറുതെ പഠിപ്പിക്കേണ്ടി വന്നേനെ. ലൈവില് എല്ലാവരും വരത്തില്ല, എനിക്കറിയാം. കാരണം ഇത് എവിടെ കിടപ്പുണ്ട്, നമ്മുടെ ആപ്പിൽ ഉണ്ടായതുകൊണ്ട് പിന്നീട് കാണാമെന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ട്. പക്ഷെ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ വരാമല്ലോ നിങ്ങൾക്ക്, അപ്പൊ ചോദിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ലൈവിൽ ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ. എന്റെ അമ്മക്ക് എന്തൊരു പെർഫോമൻസ്. a+b² എന്ന് പറഞ്ഞാൽ കേട്ടോ ബാലു. അപ്പം നീ പോലും കേട്ടോ. ഏതെങ്കിലും ഒന്നിനെ തടസ്സപ്പെടുത്തിയോ? വോയിസ് വന്നു ഇവിടെ നിന്ന്, ഷാന്റെ ശബ്ദം വന്നു. എന്റെ പിണ്ടോന്ന് പറഞ്ഞത് ജസ്റ്റ് ഇതിന് പുറത്തുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ സണ്ണ് എന്റെ അച്ഛനാണെന്ന് വിചാരിക്കും. ഓക്കെ, സണ്ണ് അച്ഛനാണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. അപ്പൊ എന്ത് ചെയ്യണം? നീ ഒന്നും ചെയ്യണ്ട, നാ ചെയ്തു. മൊത്തം കുഴപ്പമൊന്നുമില്ല, എന്തൊരു കുഴപ്പമുണ്ട്. ആരെ കണ്ണു വെച്ച് ആരെയാ കണിയുണ്ടത്? ഒരു വിഭാഗം സമരക്കാർ ബോംബ് നിർമ്മിച്ചു. വിവിധ ഇടങ്ങളിൽ ആളഭയം ഞാൻ പറഞ്ഞുതരാം, വെരി സിമ്പിൾ. അതായത് മറ്റേ ഇതില്ലടാ, ഇത് ആളഭയമില്ലാതെ അനധികൃതമായി നെക്സ്റ്റ് എക്കണോമിക്സ്, സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ ധനതത്വ. എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത്? ഒരു പിടി കിട്ടില്ല. ഏറ്റവും മൂല്യമേറിയത് കുരുമുളകിന്റെ ഇദ്ദേഹം കഠിന തടവിന് ശിക്ഷിക്കപ്പെടും. ബ്യൂറോക്രസിയുടെ പ്രധാനപ്പെട്ട 2 ഫങ്ഷണൽ ക്യാരക്ടറിസ്റ്റിക്സ്. സ്വാമി പറഞ്ഞോ. അപ്പൊ കേട്ടോ എന്താ പറഞ്ഞത്? ഓക്കെ. പക്ഷെ കിറ്റ് ഇന്ത്യ എന്ന് പറയുന്നത് പൊൻകുന്നം, കിറ്റ് ഇന്ത്യ എന്ന് പറയുന്നത് പൊൻകുന്നം വർക്കിയുടേതാണോ? നീ ഇത്രല്ലേ കണ്ടോളൂ, അങ്ങോട്ട് നോക്കിയേ. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ ഏത്തവാഴപ്പുഴിയുടെ ഇതൊക്കെ കാരണമാകും. പുതിയ ലിബിയാന്റെ പേരില്ല, പഴയ ലിബിയാന് താർത്തേനെ. ആ കാനഡയിലെ സ്ഥലത്തിന്റെ പേരാണ് ബേ ഓഫ് ഫോണ്ടി അല്ലെങ്കിൽ ബേ ഓഫ് ഫണ്ടി. ബേ ഓഫ് ഫോണ്ടി എന്നൊക്കെ നമ്മൾ പറയുന്ന സ്ഥലം. ഗംഭീര ക്ലാസ്. പുതുതായി വന്ന സാർ തകർത്തു. ഇപ്പോഴായിരിക്കും സമാധാനമായി. പിള്ളേര് ഭയങ്കര ഹാപ്പിയാണ്. സാറ് മറ്റേ എന്റെ കഴിഞ്ഞ മാസത്തെ സാലറി ചേട്ടാ കോളമാവോ കേട്ടോ. ആരാണ് ചോദിച്ചത്? ഏത് നിക്കണ കണ്ടില്ലേ? കുപ്പി കിട്ടോ ഏട്ടാ? വാങ്ങിച്ചു കൊടു, ഓരോ പൈന്റ് വീതം 3 എണ്ണത്തിനും. ഇനി അതിന്റെ കുറവേ ഉള്ളൂ. തൊട്ട് നോക്കാൻ വല്ലതും വേണോ? കൊണ്ട തരാം. ലാസ്റ്റ് താ നോക്കിയ ഹോഴ്സ് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. അയ്യോ എവിടെ പോയി? പോകില്ല ചേട്ടാ എല്ലാം പോയി ചേട്ടാ. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. ധനകാര്യ സ്ഥാപനങ്ങളും GST കാൽക്കുലേറ്റർ
ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായില്ല. അപ്പൊ അതുപോലെ പ്രധാനപ്പെട്ട എക്സസൈസ് തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? ഇത് ലാഭമൊന്നും കിട്ടൂല സാറേ. പശു വാഴയില കഴിച്ചില്ലെങ്കിൽ മക്കള് വാഴയില കഴിച്ചില്ലേ, ഞാൻ പുല്ല് തരാം. ഇതൊക്കെ വിശ്വസിക്കുവോ? പിന്നെ വിശ്വസിച്ചിട്ടുണ്ട്. അയ്യോ മക്കളെ, നീ പുല്ല് കഴിച്ചില്ലേ, ഇതാ വയ്ക്കോല്. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരു ചോദ്യം ഭയങ്കര പാടും. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ. പണ്ട് എനിക്ക് അങ്ങനെയാ, പേടിച്ചെനിക്ക് കണക്കേറ്റി പോകും. ലക്ഷ്യയില് പഠിപ്പിക്കാവുന്ന ഈ പ്രശ്നം. വിശക്കുന്നു, വേറെ ഒന്നുമില്ലേ. കറക്റ്റ് 12:30 ആകുമ്പോ വിശക്കും. വിശപ്പ് മാറുന്നില്ലെങ്കിലേ വല്ല കാലിൻ തീറ്റയോ പിണ്ണാക്കോ കാടിയോ എന്തെങ്കിലും ഒക്കെ കലക്കിക്കൊണ്ട് കൊടുക്ക. 10 കൊണ്ട് നിറയട്ടെ. തിന്നു മുടിക്കാൻ മാത്രമായിട്ടൊരു ജന്മം. ഹാർപ്പിക്ക് മതിയോ? അയ്യോ കൊറിയൻ വാർത്തയുണ്ട്. ആരുടെ പോണം? എറണാകുളം ജില്ലാ കളക്ടർ മിണ്ടാതെ കുത്തുകെട്ടോ. നെക്സ്റ്റ് പേഷ്യന്റ്. എവിടെ പോണം? നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? സ്വപ്പം മ്യൂസിക് പക്ഷെ കുട്ടികൾക്ക് കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ള പാട്ടുകളല്ലേ നല്ലത്. അതെ അതെ, ഈ കാക്കേ കൂടെ അവിടെ ഇല്ലേ, അങ്ങനത്തെ സിമ്പിൾ സോങ്സ് കുട്ടികൾക്ക് നല്ലത്. ഒരു കൊമ്പുണ്ടോ, കൊമ്പിനിട്ടൊരു കൊടുവുണ്ടോ, ചെറിയ മൂട് വരുമ്പോ കുരുവിന്റെ അറ്റത്തൊരു കൊമ്പുണ്ടോ, കൊമ്പിന്റെ അറ്റത്തൊരു കുരുവുണ്ടോ, കുരു കുരു കുരു. നമുക്ക് അടുത്ത ടൈപ്പിലേക്ക് വരാം. ഈശ്വര, ഓരോന്നോരോന്നായി പുറത്തേക്ക് ഒന്നുകൂടി. ഓക്കെ അല്ലേ? ഓക്കെ ആണ്, ഓക്കെ ആണ്, ഓക്കെ അല്ലേ? ഓക്കെ ആണ്, ഓക്കെ ആണല്ലോ. ശരി, നമുക്ക് അടുത്ത ടൈപ്പിലേക്ക് വരാം. ഞാൻ ഒരു ചായ കുടിച്ചിട്ട് വട്ടാ. ഇതിനെ കണ്ടിട്ടില്ല, ഇതെവിടുന്ന? അടുത്തൊരു ചോദ്യം. നമ്മളിത് ഡിവൈഡ് ചെയ്താണ് കണ്ടുപിടിച്ചത്. 367 ഞാൻ ഉമിനീര് ഇറക്കിയതാ. ധനകാര്യ വകുപ്പ് തയ്യാറാക്കുന്ന നയം. അപ്പൊ അതവന്റെ അല്ല. தலைவரை நீங்களா? But the gems are floating like gems and sperm. നിങ്ങൾ മനസ്സിലാക്കുക. അയാളടിച്ച സാധനം ഏതാ? അതിങ്ങോട്ട് തന്നെ. ഇപ്പൊ നമ്മള് കൊതുക് എടുത്താല്, നമ്മളൊരു കൊതുകൊക്കെ പറഞ്ഞാല് എന്താണ് അതിന്റെ ചിറകുകൾ വച്ചിട്ട് ഇവരെന്ത് ചെയ്യും? കമ്പനം ചെയ്യും. അല്ലെ, അത് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും? ചിറകുകൾ വച്ചിട്ട് വൈബ്രേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുക? ശബ്ദം ഉണ്ടാക്കുക. അതിൽ കൂടുതലായിട്ടൊന്നും വിശദീകരണത്തിന്റെ ആവശ്യമില്ല. ഓക്കെ. ഇതാരാ
യുദ്ധഭൂമി ഒരു പുതിയ പടൻ. ക്രോമാറ്റിനായിട്ട് മാറുന്നത്. അപ്പം ഈ മതി മതി വന്ന് അടുത്ത കോമഡി. നമസ്കാരം. ലക്ഷയുടെ ബെസ്റ്റ് ഇല്ല ഇല്ല ഞാൻ വലവട്ടി ഞാൻ എടുക്കട്ടെ. പറഞ്ഞത് മറന്നുപോയല്ലേ. സ്വാഭാവികം. തമ്പാനൂര് പോക്സോ കേസ് ഞാൻ ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ. എന്താ ഇയാൾ പറയുന്നത്? പച്ചത്തക്കാളി വരട്ടെ. രണ്ടോ അതിലധികമോ സംസ്ഥാന സർക്കാരുകൾക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് ലാംഗ്വേജ് പ്രോബ്ലം ആണോ? നിങ്ങളുടെ മദർ ടങ് എന്താന്ന് വെച്ചാൽ അതിൽ എന്നോട് സംസാരിച്ചോളൂ. സാർ ഞാൻ പറയണ വല്ല മനസ്സിലായപ്പോ സെർച്ച് കമ്മിറ്റി അതാ അങ്ങോട്ടേക്ക് നോക്കൂ. അങ്ങോട്ടേക്ക് നോക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങോട്ട് നോക്കിയാലും മതി. അതാണ് നമ്മുടെ നായകൻ. അടുത്ത പോയിന്റിലേക്ക് പോയാൽ വിശദീകരിക്കാം. ശൃംഗാരം, കരുണം, വീരം, രൗദ്രം, ഹാസ്യം, ശാന്തം. ഇവയ്ക്ക് പുറമെ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ 4 രസങ്ങൾ വേറെയുമുണ്ട്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഞാൻ 2 കേസ് പറഞ്ഞ 2 കേസ് വെളിയിൽ ബാക്കിൽ ടൈപ്പ് ചെയ്ത് വെക്കാൻ പറഞ്ഞു. അത് വഴി വെച്ചില്ല. ഇതൊരു കഷ്ടമാണ്. നോക്കാം. ഇതൊരു കഷ്ടമാണിത്. ഞാൻ കടിച്ചു പിടിച്ച് ക്ഷമിച്ച് ജീവിക്കണം. അൽവക്കണ്ണാളെ ആ ലാസ്റ്റ് സ്ലൈഡും വെച്ചിട്ടില്ല. നീ വിചാരിക്കുന്നത് പോലെയുള്ള ആ പോപ്പി ഒന്നുമല്ല ഞാൻ. ഡീൽ ചെയ്യണം. അപ്പുറത്തെ വിഷയങ്ങളൊന്നും ഡീൽ ചെയ്തിട്ടില്ലേ. അമ്പാടിയുടെ കഷ്ടകാലം. ഞാൻ മുങ്ങാണേ. ഇനി ഇവിടെ ശരിയാവില്ല. കോൺഫിഡന്റ് ആയിരിക്കണം സാർ. നല്ലതേ നടക്കും സാർ. വെற்றி നിശ്ചയം സാർ. വീണ്ടും സന്ധിക്കും വരെ നന്ദി. വണക്കം സാർ.